വെൽക്കം ടു AJ ക്ലോഡിക്ക്. വെൽക്കം ടു AJ ക്ലോഡിക്ക്. എടി അംജദ് നീ എന്നെ പിടിക്കാൻ വാടി. ഓനെ വരുന്നു ചേച്ചി. ചേച്ചി എനിക്ക് തൊടാൻ പറ്റില്ല. ചേച്ചി നിക്ക് ചേച്ചി. ആഹാ ആമിന ജെമി നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കാണോ? ഓ ചേച്ചി നമ്മൾ ഇവിടെ ഇരുന്ന് കളിക്കാണ്. അല്ല ചേച്ചി വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അല്ല ഇഷ ചേച്ചി എവിടെ? അവൾ സോഫയിലുണ്ട്. അവൾ അവിടെ കിടന്ന് ഉറങ്ങുക. ഈ ചേച്ചി എപ്പോഴും അവിടെ കിടന്ന് ഉറക്കുക. എന്നാ ഒരു പണിയുണ്ട്, വാ നമുക്ക് അവക്കിട്ടൊരു പണി കൊടുക്കാം. എടി വാടി ജെമി നമുക്ക് പോവാം. ഓക്കേ ചേച്ചിക്ക് എപ്പോഴും കിടന്ന് ഉറക്കുക. ആമിന ജെമി നമുക്ക് അവക്കിട്ടൊരു പണി കൊടുക്കാം. ശരി ചേച്ചി. അയ്യോ എന്റെ ഉമ്മ അപ്പ പ്രേതം പ്രേതം. എടി പ്രേതമല്ല ഞാന്. എന്തുവാടി മേഴ്സി നിനക്ക്? നീ എപ്പോഴും ഇവിടെ കിടന്ന് ഉറക്കാണല്ലോ. വാടി നമുക്ക് വല്ലതും കളിക്കാം. എന്തോന്ന് കളിക്കാനാ? എന്തെങ്കിലൊക്കെ കളിക്കാം. അല്ല ജോലി എവിടെ? ജോലി ഉമ്മമാരെ വീട്ടിൽ പോയി. ആണല്ലേ, എന്നാ വാ നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് TV കണ്ടിട്ട് കുറച്ച് കളിക്കാം. നമുക്ക് കുറച്ച് നേരം, നമ്മൾ ഇത്രയും നേരം കളിച്ചോണ്ടല്ലേ ഇരുന്നാ ചേച്ചി. നമുക്ക് ഇത്രയും നേരം ഇനി കുറച്ചു നേരം TV കാണാം. ശരി ആമിന ജെമി നമുക്ക് കാണാം. അല്ല ചേച്ചി ഉമ്മായും വാപ്പായും ഒക്കെ എവിടെ പോയി? ആമിനാരെയും ജെമീരെയും ഉമ്മായും വാപ്പായും ഇല്ലേ? ജോലി ആന്റി അങ്കിൾ എന്റെ ഉമ്മായും വാപ്പായും അവരെല്ലാരും കൂടി ഉമ്മമാരെ വീട്ടിൽ പോയിരിക്കാം. നമ്മള് വരട്ടെ ചേച്ചി. നമ്മളെ കുറച്ചതിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ശരി ചേച്ചി. അല്ല ചേച്ചി ആരെ ഈ സമയത്ത് കിടന്ന് കഥ കൂട്ടുന്നത്? ഞാൻ പോയി നോക്കാം ആമിന. പുറത്തൊന്നും ആരെയും കാണാനില്ല. ചിലപ്പോ വല്ല പിരിവാരും ആയിരിക്കും. നമുക്ക് ഇവിടെ ഇരിക്കാം. ചേച്ചി ദാ വീണ്ടും കഥ ആരാ തട്ടണ്? ഇതാരാ ഈ കഥ ഇങ്ങോട്ട് ഇങ്ങനെ തട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം. ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. നമ്മളെ കളിപ്പിക്കാൻ ആരാ ഇത്രയും ചെയ്യുന്നത്? ചേച്ചി അകത്തെന്തോ ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. എല്ലാരും വാ നമുക്ക് അകത്ത് പോയി നോക്കാം. ചേച്ചി വാ നമുക്ക് പോവാം. ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്ട. വാ ജെമി. അല്ല ചേച്ചി ഇവിടെ ഗ്ലാസിന്റെ ഒരു പോറല് പോലും കാണാനില്ലല്ലോ. കിച്ചണില് പോയി നോക്കാടി. എന്തായാലും പോയി നോക്കാം. ചേച്ചി ഇവിടെ ഗ്ലാസിന്റെ പോറലുകൾ കാണാനില്ലല്ലോ. ശരിയാടി ആമിന നീ പറയണത്. എനിക്കെന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്ത് റോങ് ചേച്ചി? ആമിനയും ജെമീനും പറഞ്ഞത് കാര്യമുണ്ട്. എന്തോ ഇവിടെ കുഴപ്പമുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നമുക്ക് ഉമ്മമാരുടെ വീട്ടിൽ പോവാം. എങ്ങനെ പോവാനാ? ഇവിടെ ആണെങ്കിൽ ഉമ്മായി വാപ്പായും ആരും ഇല്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ പോവാനാ? അത് കുഴപ്പമില്ല, നമുക്ക് നടന്നെങ്കിലും പോവാം. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ചേച്ചി ഒരു സൗണ്ട് കേൾക്കുന്നു. എല്ലാരും ധൈര്യപൂർവ്വം നിൽക്ക്. എന്തോ കുഴപ്പമുണ്ട്. നമുക്കിനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എനിക്ക് പേടിയാകും. അല്ല ചേച്ചി ഇവിടെ എങ്ങനെ മഴ പെയ്യുന്നത്? അതിന്റെ വീട്ടിൽ എങ്ങനെ മഴ പെയ്യുന്നത്? എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് പേടിയാകുന്ന ആകെ കൂടെ പേടിയാകുന്ന മഴ പെയ്യുന്നു. എല്ലാരും ഒതുങ്ങുന്നില്ല. ജെമി നീ എവിടെ പോകുന്ന? അയ്യോ ജെമി വെളിയിൽ പോയി. നമുക്ക് വേഗം തന്നെ വെളിയിൽ പോവാം. പുറത്ത് നല്ല ചൂടും നല്ല കാറ്റുമല്ലേ. പിന്നെ എങ്ങനെ അകത്ത് മഴ പെയ്തത്? അയ്യോ മഴ. ജെമി എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്? അടുത്ത എപ്പിസോഡില് ഉടനെ തന്നെ വരുന്നതായിരിക്കും ട്ടോ. തുടരും. വെൽക്കം ടു AJ ക്ലോഡിക്ക്. അയ്യോ ജെമിക്ക് എന്നാൽ എന്ത് പറ്റി? ഇവിടെ താഴെ ഇറങ്ങി കിടക്കുന്ന എല്ലാവർക്കും ഞാൻ ശരിയാക്കി തരാം. തന്നെടി എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെളി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ? മേഴ്സി പറയുന്നത് ശരിയാ. മഴയല്ലേ, നമുക്ക് എങ്ങനെങ്കിലും നടന്നെങ്കിലും പോവാ. മഴ വീണാലും കുഴപ്പമൊന്നും ഇല്ല. വേഗം പാടി. എനിക്ക്
കുടിക്കും. അയ്യോ നിനക്ക് എന്നെ തള്ളിയിടണമല്ലേ? നിനക്ക് എന്നെ തള്ളിയിടണമല്ലേ? അയ്യോ, ഇതൊന്നും ചെയ്യല്ലേ, ഇതൊന്നും ചെയ്യല്ലേ. ചേച്ചി, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം. ജിമ്മി, പേടിക്കണ്ട ആര്യം. ഇവളുടെ ദേഹത്ത് ചെറിയൊരു ബാധ കയറിയത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ജെമി, നീ അത് എടുക്കല്ലേ. എന്താ കുഴപ്പം ഇതെടുത്താ? അത് പ്രേതബാധമുള്ള സാധന, അത് എടുക്കല്ലേ. ഇല്ലടി, അതൊക്കെ ചുമ്മാതാ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോകാൻ പോവാ. ജെമി, നീ പറയണ കേക്ക്, അത് നീ എടുക്കല്ലേ. പോടി ജൂലി അവളെന്ന്. എന്റെ ഉമ്മ വാപ്പ ഇവൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്തോ. രാത്രി എങ്ങനെയെങ്കിലും ഖുർആൻ ഓതണം, എന്നിട്ട് ഇതിനുള്ളൊരു മറുപടി കൊടുത്തേ പറ്റൂ. അല്ല, ഞങ്ങളെ നീ തന്നെ രക്ഷിക്കണേ. നീ ഇവിടെ ഇരിക്കട്ടോ, ഞാനിപ്പോ ഇതിപ്പോ തന്നെ എടുത്ത് മാറ്റിയേക്കാം. അങ്ങനെയാ കാര്യങ്ങള്. എന്റെ ജൂലി, നിന്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇതിലെ കൂടെ അതങ്ങ് ഒതുങ്ങി ഇല്ലായിരുന്നെങ്കിലോ. ഇപ്പൊ കുഴപ്പമൊന്നും കാണത്തില്ല. അവൾ എണീറ്റ് കഴിയുമ്പോൾ തലയ്ക്ക് ഒന്ന് ജസ്റ്റ് പിന്നെ നല്ല രീതിക്കൊന്ന് ഓതിക്കൊടുത്താൽ മതി. പിന്നെ ബാധയും എല്ലാം മാറിക്കോളും. ആദ്യത്തെ തവണ ഇങ്ങനെയാ. ഞാൻ പാരാനോർമൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റൂടി. അവള് ഓക്കെ ആവും. എണീറ്റിട്ട് തലയ്ക്ക് പിടിച്ചൊന്ന് ഓതിയാൽ മാത്രം മതി, പിന്നെ എല്ലാം ശരിയായിക്കോളും. തലയ്ക്ക് പിടിച്ചൊന്ന് ഓതിയാൽ പിന്നെ എല്ലാം ശരിയായിക്കോളും. ഒരു കുഴപ്പവും കാണത്തില്ല. അത് വലിയവർക്കല്ലേ പാരാനോർമൽ പഠിക്കേണ്ട. നീ ചെറിയ പ്രായത്തിൽ എങ്ങനെ പഠിച്ച? ആമിന, എടാ, അതിൻ്റെ ഒരു നോവൽ എൻ്റെ കയ്യിലുണ്ട്. പഴയ നോവലാ. അതിൻ്റെ ആൻറ്റി എനിക്ക് തന്നതാ. അതിൽ ഞാൻ നോക്കി ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ കഥ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചത്. ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഇവളുടെ തലയ്ക്കൊക്കെ പിടിച്ച് ഓതുന്ന ഒരു വീഡിയോ ആയിരിക്കേ. എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും അസ്സലാമലൈക്കും, ബായ്. അല്ല, ഇവക്കിപ്പോ കുഴപ്പമൊന്നുമില്ലേ ജെമി? ആമിന, എന്താ പറ്റിയടാ? എന്താ ആമിന? വിഷമിക്കാതിരിക്കും. എന്താ പറ്റിയ? ചേച്ചി കണ്ണൊക്കെ തുടച്ചിട്ട് കാര്യം പറ. എന്താ പറ്റി? എടി, ഞാനൊരു സ്വപ്നം കണ്ടേടി. സ്വപ്നമായിരുന്നോ? എന്താ സ്വപ്നം? എന്താ ആമിന? നിന്റെ ദേഹത്ത് പ്രേത കയറണതായിട്ട്. അയ്യോ, എന്നിട്ട് ജോലിയാണെങ്കിൽ പാരനോർമൽ ഇതൊക്കെ പഠിച്ചിട്ട് നിന്റെ ഇതൊക്കെ മാറ്റി തരണായിട്ട് ഞാൻ കണ്ട്. എന്ത്? ഞാനോ? എപ്പോ? ബെസ്റ്റ് ആളാ. പഞ്ചസാര എവിടെയെന്ന് ചോദിച്ചാൽ അറിയാത്ത ആളാ പാരാനോർമലിന് പഠിക്കാൻ നിൽക്കുന്നത്. ഈ മേഴ്സ് നിന്നെ ഞാൻ എന്റെ പടച്ചോനെ, അങ്ങനത്തെ ഒരു സ്വപ്നം അങ്ങനെ കാണാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും.